എടുത്തു. കുറച്ച് പണി സാമഗ്രി അവിടെ വെള്ളമുണ്ട്. വെള്ളം അവിടെ ഇഷ്ടം ആവശ്യത്തിനാണ്. ഇപ്പോൾ അണ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അമ്മ പറഞ്ഞു പിള്ളേരെ കൊണ്ട് പറഞ്ഞാൽ മതി വണ്ടിയും കൊണ്ട് വരാമെന്ന്. വെള്ളമുള്ളപ്പോൾ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുകയല്ലോ സാധനം. വെള്ളം ഇല്ലാത്തപ്പോൾ ആണെങ്കിൽ നിൽക്കും, കുഴപ്പമില്ല. ആ ഡ്രാഗൺ ഫ്രൂട്ടൊന്നും പിന്നെ പൂത്തിട്ടുമില്ല. അവരിപ്പോൾ ചൂടടിക്കാതിരിക്കാൻ തന്നെ ഓലയൊക്കെ വെച്ച് പച്ചനെട്ടായി കെട്ടി. വിനോയ എവിടെ പോവാ? വിളിച്ചിട്ട് അന്നേരം ഇറങ്ങി ആള് ഞാൻ താമസിക്കുന്നു. വീട്ടിൽ അതെടുക്കാത്ത രണ്ട് ഏതെങ്കിലും ഒരെണ്ണം പോരെ. ഇത് അവർക്ക് ഇത് ഉപയോഗിക്കാൻ മടിയാ. ജയിക്കൊക്കെ ഇത് അതുകൊണ്ട് ഞാൻ മറ്റേ ഇതെടുത്തോട്ട് പോരും. കുട്ടിക്കാരൻ തന്നെയാണോ? ഞാൻ പത്തനംതിട്ട ഭാഗത്തേക്ക് പോകുമായിരുന്നു. ഇവിടെ വന്ന് വീഡിയോ ആയിട്ടൊന്നും ക്ലിക്ക് കാണുന്നില്ല. അവിടത്തേക്ക് പിന്നെ കയറുന്നുണ്ട്. ഇടയ്ക്ക് ഗ്യാപ്പിനെയും ചാടിപ്പോയി 2 വീഡിയോ ചെയ്ത് വെച്ചാൽ തന്നു വെച്ചിട്ട്. ഇവിടെ ഇടുക്കിയിലെ വീഡിയോ എന്നാൽ പുറത്തുനിന്ന് ആൾക്കാർ കയറി വന്ന് ചെയ്യുമ്പോൾ അത് ക്ലിക്കാവുന്നുണ്ട്. നമ്മൾ അവിടെ ഉള്ളവർ ചെയ്യുമ്പോൾ ഒന്നും ഇരിക്കില്ല. നമുക്കത് അവിടെ ഒരു വലിയ സംഭവമായിട്ട് തോന്നാത്തതുകൊണ്ടും വെളിയിൽ നിന്ന് വരുന്നവർക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നതുകൊണ്ടും അതുകൊണ്ടാണ് നമ്മൾ ആ ഹൈപ്പ് കുറഞ്ഞ് സംസാരിക്കുന്ന കാരണം. പോകട്ടെ, സമയം പോയി. 8 മണിയാകുമ്പോൾ അവിടെ പോയി നിൽക്കണ്ട. 8:30 വരത്തുള്ളൂ. അക്കരെ നിന്നാൽ മതി. 8:30 ആകുമ്പോഴാണ് വരുന്നത്. ചിലപ്പോൾ 8 മണിക്കെങ്ങാനും നേരത്തെ വന്നാലോ. ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. പുള്ളിക്ക് നിങ്ങളുടെ നിപ്പ് കണ്ടപ്പോഴേ തോന്നി. ഇന്നലെ എന്നെ പനിയായിരുന്നോ? പോവാ
അതിലിങ്ങനെ നടന്നു വരുമ്പോഴാണ് പുറത്തും പോകുന്നത്. ഒന്നും വെയില്ല, എന്നാലൊക്കെ മൂട്ടല. ഇന്ന് മഴ പെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ മൂടലായിരുന്നു, ഇപ്പം ഇച്ചിരി വെയിലൊക്കെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പൂച്ച ഉണ്ടല്ലോ, ഇവിടുത്തെ പൂച്ച ഉറക്കത്തിലായിരുന്നു തോന്നുന്നു. എന്നറിയോ, പൂച്ച ഇവിടെ ഉണ്ടെങ്കിൽ കോഴിയൊന്നും ഇവിടെ ഇരിക്കുകയില്ല. ഇവളുമാർക്ക് ഇപ്പം സമാധാനമില്ല. കാരണം ഒന്നുകിൽ പട്ടി അല്ലെങ്കിൽ പൂച്ച. സിംഹമാണെങ്കിൽ ഇത് ഇവരെ ഇവിടുന്ന് ഓടിച്ചുവിടും, പൂച്ചയാണെങ്കിലും ഇവിടുന്ന് ഓടിച്ചുവിടും, അവിടെ ചെന്ന് ഓടിച്ചുവിടും. ഇതുങ്ങൾ ഓടി അവിടെ ചെല്ലും, അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഓടിച്ചുവിടും, അവിടെ നിന്ന് അങ്ങോട്ട് ഓടുമ്പോൾ അവിടെ നിന്ന് ഓടിച്ചുവിടും. ഇതാണ് അവളുടെ പരിപാടി. പൂച്ചക്കുഞ്ഞിൻ്റെ ഇപ്പം ഉറക്കവും കണ്ടതാണ്. കോഴിയല്ല അവിടെ നിൽക്കുന്നത്. സിംബാവിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊണ്ണോ ഒരു സ്ഥലത്ത് പോലും അവളമാരെ നിർത്തത്തില്ല. എന്നാ ആ എന്നാന്ന് തലകുത്തി വീഴരുത് അതിനകത്തോട്ട്. വെള്ളം കുടിക്കണോളാം. ശാംഭവി ഉറക്കുക. ഓടാ പണോ സുന്ദരി. ഇച്ചിരി ശബ്ദം ഉണ്ടാകും. കൊള്ളക്കാർ ഇത് കാണുന്നുണ്ട്. പിന്നെ കൂട്ടുകാരൻ അവിടെ നിൽക്കാൻ പറ്റും. കുതിരയിൽ കയറുകയാണ്. വഴിയിലൂടെ കുതിരനെ പാച്ചു പോകുമ്പോൾ ഇവരുടെ പിന്നാലെ അയ്യോ ഇതൊക്കെ എന്നാ മറവിയാന്ന് എനിക്കത് അടുത്ത വേറെ ഉണ്ടായിരുന്നു. എല്ലാം എടുത്തേ എനിക്കാണെങ്കിൽ അതൊന്നും കണ്ടില്ല എന്നെ തല ഇടിക്കുന്നൊന്നും. അയ്യോ കണ്ടില്ല. വന്നതല്ലേ ഓട്ടോക്കല്ലേ? ഓട്ടോയ്ക്കാണോ ഞാൻ അങ്ങോട്ട് പോകുന്നത്? അങ്ങോട്ട് പോകുന്നതല്ലേ? അഭയാർത്ഥികൾ പോകുന്നവരുണ്ടല്ലേ? പോകുന്നുണ്ടോ അങ്ങനെ? അത് ആരാന്ന് പോലും അറിയത്തില്ലാത്ത എന്നോടാ പറയുന്നേ. ആരാന്ന് അറിയത്തില്ലേ? ഇതിപ്പോ കണ്ടോ റോഡിൽ ഈ തോട്ടിൽ നിന്നും പോകുന്ന ഒരു കുഴപ്പമുള്ള കാര്യങ്ങളല്ല അതൊക്കെ. ഈ റോഡില് ടൗണിനകത്ത് കൊതുക് അടിക്കുന്നു. പോകാവോ? അല്ല കൊണ്ടുവിടാന്ന് പറഞ്ഞു. അല്ല നിന്റെ ഡ്രസ് അല്ല കൊണ്ടുവിടാന്ന് പറഞ്ഞു. കണ്ണ് തുറന്ന് പിടിച്ചിട്ട് ഞരടൊന്ന് ശരിക്കും എന്നിട്ട് അങ്ങോട്ട് രണ്ടുകൊണ്ട് ഒഴിച്ചാൽ മതി. നീ പാട്ട് പാട് ഇടാം. പൂ നിൽക്കുന്നുണ്ടോ? എളുപ്പമാണ്. ഉണ്ടക്കത്തുള്ളായിരുന്നു. ആ കൈ മുറിച്ചോ? അത് മൂത്തല്ലോ. കുടിക്കാവേ ഒന്ന് നിർത്തിയോ. കൊള്ളാല്ലേ? ഒറിജിനൽ റോസാപ്പൂ എന്ന് പറയുന്ന ഇതാ. മണമൊന്നുമില്ല ഇല്ലേ? ഇത് വള്ളി പോലെ കിടക്കുക. പക്കപ്പെട്ട് നിൽക്കുന്നുണ്ട്. വണ്ടി തിരിച്ചാൻ എടുക്കുന്നു.
കയറിയിരിക്കട്ടെ എന്നിട്ട് വായി ഞാനവിടെ പോയി വിളിച്ചു ഫോട്ടോ താഴോട്ടിട്ടാ പോരെ. എന്നാ അമ്മയുടെ അമ്മയ്ക്ക് ഭയങ്കര ഞാൻ ചോദിച്ചെന്താ പിന്നെ നീ എങ്ങനെ വിചാരിക്കരുത് നിങ്ങൾ ഒന്നിച്ചത്. അല്ല ഞാൻ വോയിസ് എടുക്കാം. ഇപ്പം എന്താ ഗ്രൗണ്ടൊക്കെ ശരിയാക്കിയല്ലോ, ലൈറ്റൊക്കെ പിടിപ്പിച്ച് എത്ര ദിവസം കാണുമെന്ന് ഉറപ്പില്ല. എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഇപ്പം അതിൻ്റെ വെട്ടം ചെറിയ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മഴ പെയ്തപ്പോൾ ചേട്ടാ പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഇത് മഴ അധികം നിൽക്കത്തില്ല. ചേട്ടാ പറഞ്ഞു വേഗം വരട്ടെ, ഇത് മഴ പെയ്യുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞു വേഗം വരണോ നിർബന്ധമൊന്നുമില്ല, ഒന്നും മേടിക്കാനായിട്ട് സമയമില്ല എന്നുള്ളതില്ല. ഞാൻ പറഞ്ഞു ഈ മഴ അങ്ങനെ നിൽക്കത്തില്ല, മഴ പെയ്ത് തന്നെ ചെയ്യുന്നു പറഞ്ഞ കുറച്ച് മുമ്പ് ഇതുപോലെ പെയ്തു. എന്നിട്ട് വേണം അതെല്ലാം കൂടെ നനഞ്ഞു വെച്ചാൽ ഞാൻ പിന്നെ രാവിലെ പോയി ആറ്റി കൊണ്ടുപോയി കലക്കാൻ ഒക്കുണ്ട്. നീ മുമ്പ് ആരോടായിരുന്നു സംസാരിച്ചത്? എൻ്റെ കൂട്ടുകാരി. അപ്പ കാണാൻ ഇഷ്ടപ്പെടാണെങ്കിൽ വേണം, അല്ലാതെ വെറുതെ ഓടി വന്നിട്ടുന്ന ഒരു പ്രയോജനം. എന്നാ പൊന്നെ അമ്മയുടെ കുഞ്ഞാവ് ഞാനോ ഇത്? അതല്ല, അമ്മയുടെ കുഞ്ഞാവ് ഷഡ് ഇട്ടു. ആ ഷട്ടി ഇട്ടോ? തന്നെ പോയിട്ടാണെന്ന് തോന്നല്ലോ. മഴ നല്ല ശക്തിയായിട്ട് പെയ്താൽ മാത്രമേ വെള്ളം പിടിക്കുന്നുള്ളൂ, ചുമ്മാ വെള്ളം പിടിക്കുന്നില്ല. ആദ്യത്തെ ഇതെന്ന് വെച്ചാൽ നാരായണി അലമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കിപ്പോൾ ഞാൻ ചോറ് തിന്നാൻ കഴിയല്ല, വേറെ എന്തൊക്കെയോ കഴിക്കണം. ഞാനിപ്പോൾ ഈ രാത്രിയിലെല്ലാം കഴിക്കാൻ കൊടുക്കാനാണ്. പുള്ളിക്കാർ ഉദ്ദേശിക്കുന്ന ബിരിയാണിയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. എടി മോനെ 9 മണിക്കും 10 മണിക്കും ബിരിയാണി കിട്ടത്തില്ലടാ. ആ കയറി പോകാൻ വേണ്ടി പറഞ്ഞാൽ
എൻ്റെ പൊന്നെ. അല്ലാത്തപ്പോൾ ഇവിടെ എന്തുണ്ടാക്കി വെച്ചതിൻ്റെ കൊണ്ടല്ലോ ഇവിടെ കഴിക്കത്തില്ല, മിച്ചം വെക്കും. ചപ്പാത്തി ഉണ്ടെങ്കിലും ദോശ എന്നാളും മിച്ചമാണ്. ഇതൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ചോറായിരുന്നു, ഒക്കെ സൂചിച്ചില്ല അതോ. അപ്പോഴാണ് വിശപ്പുണ്ടെങ്കിൽ കഴിക്കും, അത്രേ ഉള്ളൂ. തീർന്നു വന്നു വെള്ളത്തിൻ്റെ മഴയുടെ തീർന്നു, അത്രേ ഉള്ളൂ. ഇത് രാത്രിയായപ്പോൾ കിടില മഴ. തുടങ്ങിയതേ ഉള്ളൂ, എങ്ങനെ പെയ്യുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ പെയ്ത് അങ്ങ് പോകായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പെയ്യും. കുറേ നേരമായിട്ട് ചാറ്റലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എത്ര നേരം പെയ്യുമെന്ന് അറിയത്തില്ല. ശക്തി കൂടിയിട്ടുണ്ട്, നല്ല മഴയൊക്കെ. വെള്ളം തീരാറായിരുന്നു, അന്നേരം കറക്റ്റ് മഴ വരും.